നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിബിലി റഹ്മാൻ, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നിയോണറ്റോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് പലരും അറിയാവുന്നതുപോലെ ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലും മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലുമായി ചേർന്ന് ഇൻഫെർട്ടിലിറ്റിയുടെയും അതിന്റെ ഭാഗമായിട്ടുള്ള ഗൈനക് ഒബ്സ്റ്ററ്റിക് സർവീസുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ സക്സസ്ഫുൾ ആയി ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി അതിന്റെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂബോൺ ICU സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു വർഷമായി വളരെ ഭംഗിയായി നമുക്കൊരു വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കും. സാധാരണ പ്രഗ്നൻസിയിൽ നിന്ന് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ വഴി വരുന്ന പ്രഗ്നൻസികൾക്ക് കുറച്ചധികം ഹൈ റിസ്ക് കോമ്പോണൻസ് ഉള്ളതാണ്. അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്കും ചിലപ്പോൾ അതേപോലെ കുറച്ച് ഹൈ റിസ്ക് കെയറും അതിൻ്റെതായിട്ടുള്ള പരിരക്ഷകളും വേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചേർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ NICU തുടങ്ങിയതും കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസികളിൽ നിന്നും ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സ എടുത്തതുമായിട്ടുള്ള പ്രഗ്നൻസിയിൽ ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളാണ്. വേറെയും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ഈ കുട്ടികളെ പരിരക്ഷിക്കുന്നതിനായിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 37 ആഴ്ചയിൽ താഴെ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ മാസം തികയാത്ത കുട്ടികളെന്ന് പറയും. അതിന് കുറഞ്ഞു 24-25 ആഴ്ച വരെ ജനിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്തതും അല്ലാത്തതുമായ പേരൻസുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഈ ആശുപത്രിയിൽ ഒരുക്കുകയും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇങ്ങനെ ഡെലിവറായ നമുക്കൊരു 500ഓളം കുട്ടികളെ നമുക്ക് ഈ ICU ചികിത്സിച്ച് വളരെ വിജയകരമായി ചികിത്സിക്കുകയും അവരെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന 2 വലിയ ചലഞ്ചസ്. ഒന്ന്, അവരെ സർവൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. 26 ആഴ്ച ജനിക്കുന്ന കുട്ടികൾക്ക് 500 മുതൽ 700 ഗ്രാം വരെ തൂക്കമേ കാണത്തുള്ളൂ. അവരെ സർവൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച്, ഇങ്ങനെ സർവൈവ് ചെയ്തെടുക്കുന്ന കുട്ടികളിൽ അവർ വലുതാവുമ്പോൾ, അവർ 1 വയസ്സാവുമ്പോൾ 2 വയസ്സാവുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ്, ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയണം. നമ്മുടെ ചികിത്സയിൽ അതിലൊരു വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ ചികിത്സിച്ച കുട്ടികളെ, നമ്മൾ 1 വയസ്സായ ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടികളിലെല്ലാം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ മാസം തികഞ്ഞു ജനിക്കുന്ന കുട്ടികളുടെ തത്തുല്യമായിട്ടുള്ളൊരു വളർച്ച കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്കൊരു സന്തോഷമാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സർവൈവ് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു കഠിനമായ ഇത് കഴിഞ്ഞ് അവർ ചില സമയത്ത് 60 മുതൽ 70 ദിവസം വരെ നമ്മുടെ ICUകളിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ 1 വയസ്സിൽ നോക്കുമ്പോഴും അവർ സാധാരണ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചലഞ്ച്. ആ ചലഞ്ചും നമുക്ക് നമ്മുടെ NICUവിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫും ബാക്കി ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ ബാക്കി നമ്മുടെ സൗകര്യങ്ങളും കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഈ 1 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അതാണ്. സർവൈവബിലിറ്റിയുടെ കൂടെ നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇനി വരും വർഷങ്ങളിൽ നമുക്ക് ലെവൽ 2B ആയിട്ടുള്ള ഒരു NICU ആണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ സർജറി പോലുള്ള കാര്യങ്ങളിലുള്ള ഒരു ഡെഫിഷ്യൻസി മാത്രമേ, സർജിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ഇതുവരെ ഇല്ലാഞ്ഞത്. വരും വർഷങ്ങളിൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു മാസം തികയാത്തോ അല്ലാതെ ന്യൂബോണിന് വേണ്ടിയായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മുടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വരും വർഷങ്ങളിൽ അത് സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു.